ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുൾമിയപ്പ് കേക്കുമായിട്ടാണ് കേട്ടോ. ഞാൻ കേക്കിൽ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നല്ല, എന്നാൽ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിചാരിച്ചു ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു, എന്നാലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ വെച്ചാൽ മതി. ആദ്യം തന്നെ നമ്മളിത് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ അരിച്ച ഇൻഗ്രീഡിയൻസ് നമ്മൾ മാറ്റി വെക്കുക. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചായിട്ടിട്ടൊന്ന് അതിട്ടിട്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി പൊന്തി വരണ വരെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ട് ലോ സ്പീഡിലിട്ടിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റർ വെച്ചിട്ടല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ച് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് പാടില്ല, അപ്പോൾ നമ്മളെ ബാറ്റർ നന്നായി ഹാർഡായി പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരു ടൈം പറഞ്ഞാലും നമ്മളെ വീട്ടിലെ ഓരോ ഫ്ലെയിമിലെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ ഓരോരുത്തരുടെ ടൈമിലും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. കണ്ടോ, നമുക്ക് ഓവനൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനൊന്നും. ഞാനിതിനിതാ 4 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ എനിക്ക് അത്ര ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ നിങ്ങൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫായി ബീറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു ഐസിങ് ബാഗിലേക്ക് മാറ്റാം. ഇനി ഒരു പ്ലേറ്റ് വെച്ച് അതിൽ നമുക്ക് ഈ കേക്ക് നമുക്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഐസിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ലെയേഴ്സിൽ ക്രീം തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു കേക്കാണിത്. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഞാൻ ഷുഗർ സിറപ്പ് ചേർത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ലെയറും വെച്ച് അതിന് മുകളിൽ ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളായതിനു ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ച് ഗനാഷ് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ 50 ഗ്രാം മതി. 50 ഗ്രാമിന് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം മതി കേട്ടോ. ഞാൻ 100 ഗ്രാം എടുത്തപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് ഗനാഷ് ഉണ്ടാക്കാം. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേഷനറി കടയിലും അവൈലബിൾ ആണ്. അധികം വില ഒന്നും ഇല്ലാത്ത ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഞാനൊരു സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. കാരണം ഒന്ന് ഉപയോഗിച്ച് നമുക്ക് ഈ കേക്കിനെ ചുറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് ഞാനിത് ചുറ്റുന്നത്. ഇത് ചുറ്റിയതിന് ശേഷം നമുക്കൊരു സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. ടൈറ്റായി ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഗനാഷ് നമുക്ക് ഇതിന് മുകളിൽ വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ആ സൈഡിലൂടെയൊക്കെ എനിക്ക് ഒലിച്ചിറങ്ങി വന്നു.
അത്രേ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. പക്ഷെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് വലിച്ചാൽ ഇതാ അതിനുള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി വരും. അതാണ് പുൾ മീ അപ്പ് കേക്ക്. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.